ഇതിൽ എനിക്കും എൻ്റെ വൈഫിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. വി ആർ ഫയലിംഗ് എ കേസ് അഗേൻസ്റ്റ് ഓൾ ദോസ് പീപ്പിൾ. ഇങ്ങനെ മലയാളികൾക്ക് സുപരിചിതരായ താരദമ്പതിമാരാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും. ഇരുവരുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു. ദിവ്യയുടെ 2ാം വിവാഹമായിരുന്നു. പ്രായത്തിൻ്റെ പേരിലും ഇരുവരും പരിഹാസങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ പരിഹാസങ്ങളെ പിന്നിലാക്കി ഇരുവരും മുന്നോട്ട് പോവുകയാണ്. അടുത്തിടെയായിരുന്നു ദിവ്യയുടെയും നടൻ ക്രിസ് വേണുഗോപാലിൻ്റെ വിവാഹം നടന്നത്. വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ പരമ്പരാഗതമായ ആചാരപ്രകാരമായിരുന്നു ഇവരുടെ വിവാഹം. എന്നാൽ 2ാം വിവാഹമായതുകൊണ്ട് തന്നെ രണ്ടുപേരും വിവാഹത്തിന് പിന്നാലെ പരിഹാസവും വിമർശനവും ഒക്കെ നേരിട്ടിരുന്നു. ഇപ്പോഴിതാ വിദ്യാഭ്യാസക്കുറവ് എന്ന പേരിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയാണ് ദിവ്യ. IFFK വേദിയിൽ വന്നതിനെ വിമർശിക്കാനും തെറി പറയാനും മാത്രം ചിലർ ശ്രമിച്ചുവെന്നും എന്ത് സുഖമാണ് ഇത്തരക്കാർക്ക് കിട്ടുന്നതെന്ന് തനിക്കറിയില്ല എന്നും ഇക്കാരണത്താൽ കുറേ പേർ താൻ ബ്ലോക്ക് ചെയ്തതും അക്കൗണ്ടുകളിൽ നിന്ന് ഒഴിവാക്കിയെന്നും ദിവ്യ പറയുന്നു. വെറും പണം കണ്ടിട്ടാണ് വിദ്യാഭ്യാസമില്ല എന്നൊക്കെ എന്നെക്കുറിച്ച് പറയുന്ന കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു. ഇതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ തങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയാണെന്നും ക്രിസും പറയുന്നുണ്ട്. ക്രിസിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളെക്കുറിച്ച് ആർക്കും എന്തും പറയാനുള്ള അവകാശമൊന്നുമില്ല. ഞങ്ങൾ കുറേ കാര്യങ്ങൾ കേട്ടു നിന്നു, എന്നിട്ടും ഞങ്ങൾ മറുപടി പറഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ ഇതൊക്കെ ഒരുപാട് ഓവറാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിയമപരമായി തന്നെ ഇതിനെ നേരിടും. കമൻ്റ് ഇട്ടവർക്കെതിരെയും വീഡിയോ ഇട്ടവർക്കെതിരെയും ഒക്കെ ഞങ്ങൾ നിയമപരമായി തന്നെ നേരിടുമെന്നുള്ള ക്രിസിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നത്.